അങ്ങനെ നമ്മുടെ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ ഇടയിൽ ഒരു 1 നൈറ്റ് നമ്മൾ ബാംഗ്ലൂർ സ്റ്റേ ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ് അന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യണത്. അങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇന്ന് നമ്മൾ ബാംഗ്ലൂർ ഫേമസ് ചർച്ച് സ്ട്രീറ്റിൽ ദീപാവലി ടൈമിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ ഒരു ഫെസ്റ്റിവൽ വൈബ്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ്. ചർച്ച് സ്ട്രീറ്റ് മുഴുവൻ ലൈറ്റ്സും ഡെക്കറേഷൻസും കൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഭയങ്കര ക്രൗഡഡ് ആണ്. എല്ലാവരും ദീപാവലി സെലിബ്രേഷൻസ് എൻജോയ് ചെയ്യാനൊക്കെ വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഈ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് കാർ പാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചധികം കഷ്ടപ്പെട്ടു. അവസാനം കാർ പാർക്കിംഗ് ഒക്കെ കിട്ടി നമ്മൾ പയ്യെ നമ്മൾ ചർച്ച് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ, എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ട്സൊക്കെ ഇവിടെ ഓൾറെഡി മുമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാനിത് ഫസ്റ്റ് ടൈമാണ്. ഇവിടെ കുറേ കടകളുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ വളരെ നല്ല ഓപ്ഷൻസ് ഉണ്ട്. പലതരം ബൊട്ടിക്സ്, സ്ട്രീറ്റ് ഷോപ്സ്, അതുപോലെ തന്നെ ബുക്ക് സ്റ്റോഴ്സ്, അങ്ങനെ കുറേ കടകൾ. എവിടെ കയറും എന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ ക്രിസ്പി ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശ സ്റ്റോളൊക്കെ കണ്ടെത്തി. പിന്നെ അവരുണ്ടാക്കുന്ന രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് അത് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയൊക്കെ നിന്നു. അങ്ങനെ ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും നടക്കാൻ തുടങ്ങി. ചർച്ച് സ്ട്രീറ്റിലെ അറ്റ്മോസ്ഫിയറൊക്കെ വളരെ എനർജറ്റിക് ആണ്. അങ്ങനെ ഷോപ്പിങ്ങും കഫേസൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഇവിടെ ഫോട്ടോ എടുത്ത് ഇവിടെ പകല് വരാണ് കുറച്ചുകൂടി നല്ല ഫോട്ടോസ് ആക്ച്വലി ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അയാളെ പറ്റിക്കില്ലെങ്കിൽ ഐസ്ക്രീമാണ്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആരും പ്രത്യേകിച്ച് സമയമൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ഏത് നേരം വന്നു കഴിഞ്ഞാലും നമുക്കൊരു പ്രത്യേക തരം വൈബ് കിട്ടും. ഇതാണ് അടച്ചു പോകുന്ന പറഞ്ഞ ചർച്ച് സ്ട്രീറ്റ്. നാളെ രാവിലെ അടക്കില്ലെന്ന് കുറച്ചുകൂടെ ഞങ്ങൾ വരുന്ന കാരണം തോന്നുന്നു. ചർച്ച് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡും ഷോപ്പിങ്ങും ഒരു ഹൈലൈറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ചെയ്യാനും നല്ല നല്ല ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മളങ്ങനെ ഷൂസിൻ്റെ സ്റ്റോൾസ് കണ്ടു. ഇതിനെ നമ്മൾ ജൂട്ടി ഷൂ എന്നാണ് പറയണത്. അങ്ങനെ ഷൂസൊക്കെ നോക്കി നമ്മൾ ഒരു ഷൂ അങ്ങനെ സെലക്ട് ചെയ്തു. ഇവിടെ ഷൂസും ഫുട്വെയർസൊക്കെ നമുക്ക് റീസണബിൾ റേറ്റിനൊക്കെ കിട്ടുന്നുണ്ട്.
അതുപോലെ തന്നെ ബാംഗിൾ സ്റ്റോൾസ് വളരെ അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ എന്തായാലും പോകുന്ന വഴിക്ക് അവിടെയൊക്കെ കയറി ട്രഡീഷണൽ ബാംഗിൾസും ട്രെൻഡി ബ്രേസ്ലെറ്റ്സും വളരെ റീസണബിൾ റേറ്റിലൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ അങ്ങനെ ട്രെൻഡി ഔട്ട്ഫിറ്റ്സ് നോക്കാനുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ സ്ട്രീറ്റ് സൈഡിലായിട്ട് ഡ്രസ് സ്റ്റോൾസ് ഒക്കെ ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വെസ്റ്റേൺ ഡ്രസ്സസ്, കുർത്തീസ്, ജീൻസ്, ഷർട്ട്സ് അങ്ങനെ പലതരം ഡ്രസ് വെറൈറ്റീസ് നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ചിക്കൻകാരി ഡ്രസ്സിൻ്റെ സ്റ്റോളിലെത്തി. ഇതിൻ്റെ ഫാബ്രിക്കൊക്കെ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ എംബ്രോയ്ഡറി ലുക്കും കൂടി സ്റ്റൈലിഷും അതുപോലെ തന്നെ ട്രഡീഷണലൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റോൾസിൽ നമുക്ക് നല്ല നല്ല ചിക്കൻകാരി കുർത്തീസ്, ടോപ്പ് ഡ്രസ്സസൊക്കെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടും. അങ്ങനെ നമ്മൾ ദീപാവലി ടൈമിലാണ് ചർച്ച് സ്ട്രീറ്റൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്തത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് വയ്യ. അങ്ങനെ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ദീപാവലി ടൈമിൽ ചർച്ച് സ്ട്രീറ്റൊക്കെ വന്നതും എക്സ്പീരിയൻസ് ചെയ്തതും ഒക്കെ നല്ലൊരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ.